Hello everyone, welcome back to Matchdo. It's me Swati. ഇറ്റ്സ് മീ ഷാദിലിറ്റി. സോ നമ്മുടെ 30-ാം തീയതി നമ്മുടെ ബയോളജിയുടെ SSLC എക്സാം ആണ്. അപ്പൊ മാത്സിന്റെ സാധാരണ എക്സാമിന്റെ തലേന്ന് നിങ്ങൾക്ക് ഒരു 1 ഷോട്ട് റിവിഷൻ ആണ് തരാറുള്ളത്. പക്ഷെ ബയോളജിയുടെ എക്സാമിന് ഐ തിങ്ക് 4 ദിവസമായിട്ട് നിങ്ങൾക്ക് ലീവ് ഉണ്ട്. അപ്പോ ഒരൊറ്റ വീഡിയോയിൽ ഒതുക്കാതെ ഈ അധ്യയന വർഷത്തിലെ ഏറ്റവും അവസാനത്തെ കണ്ടന്റുകളാണ് ഇനി പോകാൻ പോകുന്നത്. ഏറ്റവും ലാസ്റ്റത്തെ എക്സാം ആണ്. ഓരോ ചാപ്റ്ററും നമ്മൾ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് ചെറിയ സമയത്തിന്റെ ഉള്ളിൽ കവർ ചെയ്യുന്ന രീതിയിൽ പല പല വീഡിയോകളായിട്ട് ഇടാമെന്ന് കരുതി. പിന്നെ അതേപോലെ തന്നെ എന്റെ മാത്സിന്റെ ക്ലാസ്സിലാണ് കാണാറുള്ളത്. പിന്നെ വെറുതെ പൊലിയൂര് കയറിയിരുന്നതാണ്. ചെറുതായിട്ട് കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ എടുത്തിട്ട് നേരെ സ്വാതി മിസ്സിന്റെ ക്ലാസ് കൈമാറും. സോ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ. ഹലോ എവരിവൺ. സോ നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനിതകം എന്നുള്ള ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ആ ചാപ്റ്ററിന്റെ ഒരു ഓവറോൾ റിവിഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് ഞാനും സ്വാതി മിസ്സും കൂടി ഈ ചാപ്റ്റർ ഏറ്റവും ചെറിയ സമയം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പറയുന്ന കൺസെപ്റ്റുകളിലോ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി, നമുക്ക് ഫ്രീ ആയിട്ട് ഡൗട്ട് ക്ലിയറൻസ് വേണമെന്നുണ്ടെങ്കിൽ 8086101035 മലയാളത്തിൽ പറഞ്ഞ 8086101035 ഈ നമ്പർക്ക് മാത്സിന്റെ SSLC എന്നുള്ളൊരു ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടുതരാം. അതിൽ ഫ്രീ ഡൗട്ട് ക്ലിയറൻസ്, ഫ്രീ മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. ഇതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഓക്കെ എന്നല്ലോ, പിൻ ചെയ്ത് വെക്കാം. അപ്പൊ ഏതായാലും തുടങ്ങാം. ആദ്യമായിട്ട് കെമിസ്ട്രിയിലുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. കെമിസ്ട്രിയിൽ 2020 നോബൽ പ്രൈസ് കിട്ടിയ 2 സയന്റിസ്റ്റുകളാണ് ജെന്നിഫർ എ ഡൌട്ട്നെയും എമ്മാനുവൽ കാർപ്പന്റിയറും. ഇവർക്ക് എന്തിനാണ് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 കിട്ടിയത്. ഇവർക്ക് 2020 കിട്ടാൻ കാരണം ജീൻ എഡിറ്റിംഗിൽ കൃത്യമായിട്ടുള്ള ഒരു ടെക്നോളജി ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ടെക്നോളജിയാണ് CRISPR-Cas9 ടെക്നോളജി. പഠിച്ചു വെച്ചുകൊണ്ടു, CRISPR-Cas9 ടെക്നോളജിയാണ് ഈ ടെക്നോളജിയുടെ പേര്. CRISPR-Cas9 ടെക്നോളജി. അപ്പൊ ഈ ടെക്നോളജി പഠിച്ചു വെക്കുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീനുകളുടെ മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ക്യാൻസർ തെറാപ്പിയിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്യാൻസർ ഒക്കെ വരുന്ന സമയത്ത് ചില ജനറ്റിക് പ്രോബ്ലംസ് കാരണം ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ ജീനിലുള്ള ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ആ പ്രോബ്ലം വരുന്ന ഭാഗം മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ആ ക്യാൻസറിനുള്ള കാരണം അവിടെ മാറ്റപ്പെടുകയാണ്. അതേപോലെ തന്നെ ജീനുകളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തി നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെ മാറ്റാനും അങ്ങനെ ജീനുകൾ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ് CRISPR-Cas9 ടെക്നോളജി. ഇതിന് യൂസ് ചെയ്യുന്ന എൻസൈമാണ് Cas9 എന്നുള്ളതൊക്കെ, അതുകൊണ്ടാണ് ആ പേരിലുള്ളത്. അപ്പോൾ ആ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തതിനാണ് ഈ സയന്റിസ്റ്റുകൾക്ക് 2020 നോബൽ പ്രൈസ് കിട്ടിയത്. അതേപോലെ തന്നെ ഈ ടെക്നോളജി ഒരു റവല്യൂഷണറി ജനറ്റിക് ഡിസീസ് ട്രീറ്റ്മെന്റിലും ക്യാൻസർ തെറാപ്പിയിലും ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അഥവാ ജനറ്റിക് ഡിസീസ് ട്രീറ്റ്മെന്റ്, അതേപോലെ തന്നെ ക്യാൻസർ തെറാപ്പി, അതേപോലെ തന്നെ പെസ്റ്റ് ഡിസീസിൽ, ക്രോപ്പുകളിൽ, സസ്യങ്ങളിൽ, ഈ മറ്റേ വിളകളില് കീടരോഗ പ്രതിരോധ ശേഷി, ഇതിനൊക്കെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ക്രിസ്മസ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തലയിലുണ്ടാകുക. അതേപോലെ തന്നെ DNA എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജീവി അല്ലെങ്കിൽ ഒരു സസ്യം എന്തോ ആയിക്കോട്ടെ, എന്ത് ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ടാണ്. ഈ സെല്ലുകളിൽ ന്യൂക്ലിയസുകൾ ഉണ്ടാകും. ഈ ന്യൂക്ലിയസുകളുടെ ഉള്ളിൽ ക്രോമസോം ഉണ്ടാകും. ഈ ക്രോമസോമിന്റെയും ഉള്ളിലാണ് ഡബിൾ ഹെലിക്സ് ഷേപ്പിൽ എന്ത് കിടക്കുന്നത്? DNA കിടക്കുന്നത്. ഈ DNAയുടെ ഡബിൾ ഹെലിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. ന്യൂക്ലിയോടൈഡുകൾ കൂടിച്ചേർന്നതാണ് DNA എന്നുള്ളതൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതാണ് ലൊക്കേഷൻ ഓഫ് DNA. സെല്ലുകളില്, ന്യൂക്ലിയസില്, ക്രോമസോമില്, DNA ഒക്കെ ആണല്ലോ. ഈ ക്രോമസോമുകൾ ഒരു മനുഷ്യന് 46ഓളം ക്രോമസോമുകളാണ് ഒരു മനുഷ്യന്റെ ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഉണ്ടാകുക. അഥവാ 23 പേരായിട്ടായിരിക്കും അത് കിടക്കുന്നുണ്ടാകുക. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി DNA സ്ട്രക്ചർ എങ്ങനെയാണ് ഇവർ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോസലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വൈക്കിൻസ് ഇവരുടെയൊക്കെ എക്സ്റേ സ്റ്റഡീസിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ 51 എന്ന് പറഞ്ഞ ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ ിലാണ് DNAയുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ കിട്ടിയത്. 1953 ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് ഇവരാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. കൃത്യമായിട്ട് പഠിക്കാം. റൊസലിൻഡ് ഫ്രാങ്ക്ലിനും മോറിസ് വൈക്കിൻസും നടത്തിയ എക്സ്റേ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് എടുത്ത ഫോട്ടോ 51 എന്ന് പറഞ്ഞ ഫോട്ടോനെ അടിസ്ഥാനമാക്കിയിട്ട് DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ, രണ്ട് ഇങ്ങനെ കൂടി പിണഞ്ഞു കിടക്കുന്ന ആ ഒരു സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്ത 2 ശാസ്ത്രജ്ഞന്മാരാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കോ. ഓക്കെ ആണല്ലോ, അത് തലയിലുണ്ടാകുക. അപ്പോ അതേപോലെ തന്നെ
ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വൈക്കിൻസ് ഇവർക്ക് 3 പേർക്കും 1962 DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആർക്ക് കിട്ടിയിട്ടില്ല? റൊസലിൻഡ് ഫ്രാങ്ക്ലിന് കിട്ടിയിട്ടില്ല. കാരണം അവര് 1958 37 വയസ്സിൽ അന്തരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജീവിച്ചിരിക്കുന്ന 3 ആളുകൾക്ക് 1962 DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ കണ്ടെത്തിയതിന് എന്ത് കൊടുത്തിട്ടുണ്ട്? നോബൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. കൃത്യമായി മനസ്സിലാക്കുക. പിന്നെ അത് കൃത്യമാണെന്ന് പ്രതീക്ഷിക്കുന്നു. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യുന്നത്. ഈ സ്ട്രക്ചർ എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ഏതിൽ നിന്നാണ് കിട്ടിയത്? ഫോട്ടോ 51 എന്ന് പറഞ്ഞ ഒരു ഫോട്ടോയിൽ നിന്നാണ് അതെടുത്തത്. എക്സ്റേ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് മോറിസ് വൈക്കിൻസും അതേപോലെ തന്നെ റൊസലിൻഡ് ഫ്രാങ്ക്ലിനുമാണെന്നുള്ളത് തലയിലുണ്ടാകുക. പിന്നെ അതേപോലെ തന്നെ എന്താണ് ന്യൂക്ലിയോടൈഡുകൾ, എന്താണ് DNA ബേസിക് സ്ട്രക്ചറുകൾ എന്നുള്ളതൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത്. DNA ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേപോലെയുള്ള 2 സ്ട്രാൻഡുകൾ വെച്ചിട്ടാണ്. ഈ സ്ട്രാൻഡുകളാണ് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ള ഈ സ്ട്രാൻഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നോക്കിക്കോ, ഇങ്ങനെയുള്ള ന്യൂക്ലിയോടൈഡുകൾ വെച്ചിട്ടാണ്. ഒരു ന്യൂക്ലിയോടൈഡിൽ ഉണ്ടാകുന്നത് 3 സാധനങ്ങളാണ്. ഒരു ഫോസ്ഫേറ്റ് ഉണ്ടാകും, അതേപോലെ തന്നെ ഒരു റൈബോസ് ഷുഗർ ഉണ്ടാവും. റൈബോസ് ഷുഗർ ഇവിടെ ഡിയോക്സി റൈബോസ് ആണ്. ഡിയോക്സി റൈബോസ് അഥവാ ഈ റൈബോസ് ഷുഗർ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ഒരു നൈട്രജൻ ബേസ് ഉണ്ടാകും. നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് ഉണ്ടാകുക? അഡിൻ ഉണ്ടാവാം, തൈമിൻ ഉണ്ടാകാം, ഗ്വാനിൻ ഉണ്ടാവാം, സൈറ്റോസിൻ ഉണ്ടാവാം. 4 നൈട്രജൻ ബേസുകളാണ് ഒരു DNA സ്ട്രക്ചറിൽ ഉണ്ടാകുക. അത് തലയിൽ ഉണ്ടാവണം. ഇനി അതേപോലെ തന്നെ അപ്പൊ ഒരു DNA ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുണ്ട്? ഒരു ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്, ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. ഈ ഫോസ്ഫേറ്റുകളാണ് DNA സ്ട്രാൻഡുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുക. കണ്ടോ, ഈ ഫോസ്ഫേറ്റുകൾ കണക്ട് ചെയ്ത് കണ്ടാണ് DNA സ്ട്രാൻഡ് ബിൽഡ് ചെയ്യുക. അതേപോലെ തന്നെ ഈ നൈട്രജൻ ബേസുകളാണ് ഉള്ളിലുള്ള ഈ ഒരു കണക്ഷൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണം. സോ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. കൃത്യമായിട്ട് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതേപോലെ തന്നെ ഇതിൽ ഫോസ്ഫേറ്റ് എന്തിനാണ്? ന്യൂക്ലിയോടൈഡുകൾ. ഇതാണ് ന്യൂക്ലിയോടൈഡുകൾ. ഈ ന്യൂക്ലിയോടൈഡുകളെ കണക്ട് ചെയ്യുന്നത് ആരാണ്? ഫോസ്ഫേറ്റുകളാണെന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തലയിലുണ്ടാകുക. അതേപോലെ തന്നെ ഒരു ക്രോമസോമിന്റെ സ്ട്രക്ചർ എങ്ങനെ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്രോമസോമിലുള്ളത് 2 ആളുകളാണ്. ആരൊക്കെയാണ് ഒരു ക്രോമസോമിൽ ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, DNA ഉണ്ടാവും, അതേപോലെ തന്നെ ഹിസ്റ്റോൺ ഉണ്ടാകും. ഈ ഹിസ്റ്റോൺ പ്രോട്ടീന് 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ കൂടി ചേർന്ന് നിൽക്കുന്ന ഷേപ്പിനെയാണ് ഹിസ്റ്റോൺ ഒക്ടോമർ എന്ന് വിളിക്കുക. കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാകും. മെത്തി, എത്ത്, പ്രൊപ്പ, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, എപ്റ്റ്, ഒക്ടീൻ ആണ് ഡക്ക്. അതിൽ ഒക്ട് എന്ന് പറഞ്ഞാൽ 8 എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സോ 8 ഹിസ്റ്റോണുകൾ കൂടിച്ചേർന്ന ഷേപ്പാണ് ഹിസ്റ്റോൺ ഒക്ടോമർ. ഈ ഹിസ്റ്റോൺ ഒക്ടോമറിനെ DNA ചുറ്റും ഇതേപോലെ തന്നെ DNA എന്താട്ടും? വൈൻഡ് ചെയ്യും. DNA ഇതിനെ ചുറ്റും. ഈ ഷേപ്പാണ് ക്രോമസോമിന്റെ ഷേപ്പ്. അതേപോലെ തന്നെ ക്രോമസോമിൽ ഒരു കാര്യം കൂടി പഠിക്കണം. ഇതിങ്ങനെ ചുറ്റിയാണ് ക്രോമസോം ഉണ്ടാകുക. ഈ ക്രോമസോമില് 2 ഇതല്ലേ, ഇതേപോലെ X പോലെയല്ലേ കിടക്കണേ, ഇതിനെയാണ് ക്രോമാറ്റിഡ് എന്ന് വിളിക്കണത്. ഇതൊരു ക്രോമാറ്റിഡ് ആണ്. ഈ 2 ക്രോമാറ്റിഡുകളും സെൻട്രോസോമിൽ കൂടിച്ചേരുമ്പോഴാണ് ക്രോമസോം ഉണ്ടാകുക. അഥവാ 2 ക്രോമാറ്റിഡുകൾ സെൻട്രോസോമിൽ കൂടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാകുക? ക്രോമസോം ഉണ്ടാകുക. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി അതിനുശേഷം ഹ്യൂമൻ ക്രോമസോമിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ടോട്ടലി 46 ക്രോമസോമാണ് ഉണ്ടാകുക. 46 ക്രോമസോമുകൾ സിംഗിൾ ആയിട്ടല്ല നിൽക്കുക, 23 പെയറുകളായിട്ടാണ് ഈ ക്രോമസോമുകൾ നിൽക്കുക. ഒരു ഹ്യൂമൻ സെല്ലില് ന്യൂക്ലിയസിന്റെ ഉള്ളില് 46ഓളം ക്രോമസോമുകളാണ് ഉണ്ടാകുക. ഈ ക്രോമസോമുകൾ അതില് 46 എണ്ണം എന്ന് പറയുന്നത് അതിന്റെ പകുതി 23 പെയറായിട്ടാണ് നിൽക്കുക, ജോഡിയായിട്ടാണ് നിൽക്കുക. ഈ 23 ജോഡികളിൽ 22 പെയറിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് ഓട്ടോസോം അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകൾ. സൊമാറ്റിക് തന്നെ വിളിക്കുക. നിങ്ങൾ മലയാളത്തിൽ പഠിക്കണമെന്നില്ല, മലയാളം മീഡിയക്കാരും സൊമാറ്റിക് തന്നെയാണ് വിളിക്കാറുള്ളത്. സോ സൊമാറ്റിക് അല്ലെങ്കിൽ ഓട്ടോസോംസ് എന്ന് പറയും. സൊമാറ്റിക് ക്രോമസോം അത് എത്ര എണ്ണമാണ്? 22 എണ്ണമാണ്. ഈ 22 എണ്ണം നമ്മുടെ മുടിയുടെ വലിപ്പം, അതേപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ ഷേപ്പ്, നമ്മുടെ തുടങ്ങി നമ്മുടെ ഹൈറ്റ്, നമ്മുടെ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഷേപ്പ്, നമ്മുടെ സ്വഭാവം, ഇങ്ങനെ ഫിസിക്കലായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സിനെയും ഡിറ്റർമിൻ ചെയ്യുന്ന, നിർണയിക്കുന്ന ജീനുകളാണ് ഈ ക്രോമസോമുകളാണ് 22 ഓട്ടോസോമുകളും അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോമുകളും. 22 പെയർ പറയുമ്പോൾ എത്ര ഉണ്ടാവും? 44 ഉണ്ടാവും.
ഓക്കെ ആണല്ലോ. ബാക്കിയുള്ള ഒരു പെയറുണ്ട്, ഒരു ജോഡി അഥവാ 2 ക്രോമസോം. ഈ 2 സെക്സ് ക്രോമസോം അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമസോമുകളായിട്ട് അറിയപ്പെടുന്നത്. അഥവാ ഇപ്പോ ഒരു പുരുഷനിൽ ഉണ്ടാകുക XY എന്നായിരിക്കും, ഈ പെയറായിരിക്കും ഉണ്ടാകുക സെക്സ് ക്രോമസോം. ഒരു സ്ത്രീയിൽ ഉണ്ടാകുക XX ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇതൊരു ഫാദറും ഇതൊരു മദറും ആണെങ്കിൽ ഇവർക്ക് ഉണ്ടാകുന്ന കുട്ടിക്ക് ഉണ്ടാകുന്നത് സിമ്പിൾ ആണ്, ബേസിക് കൺസെപ്റ്റ് ആണ്. ഈ ഫാദറിൽ നിന്നൊരു ഒരു സെക്സ് ക്രോമസോമും മദറിൽ നിന്നൊരു സെക്സ് ക്രോമസോമാണ് കിട്ടുക. പഠിച്ചു വെച്ചോ. ഫാദറിൽ നിന്ന് എക്സും മദറിൽ നിന്ന് എക്സും ആണെങ്കിൽ ഈ കുട്ടി എന്തായിരിക്കും? XX ആയിരിക്കും. XX എന്താണ്? ഫീമെയിൽ ആണ്, പെണ്ണാണ്. അതേപോലെ തന്നെ ഫാദറിൽ നിന്ന് വൈയും മദറിൽ നിന്ന് എക്സും ആണെങ്കിൽ ഈ കുട്ടി എന്തായിരിക്കും? XY ആയിരിക്കും. XY ആരാ? മെയിലാണ്, ആൺകുട്ടിയാണ്. ഇതാണ് സിമ്പിള്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സാമൂഹികമായിട്ട് കുറെ കാലങ്ങളായിട്ട് പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ നാടുകളിലുണ്ടാവും, ഒരു കുട്ടി പെൺകുട്ടിയാണെങ്കിലോ ആൺകുട്ടിയാണെങ്കിലോ അതിന്റെ, അല്ലെങ്കിൽ ഇപ്പോ ഒരു വീട്ടിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പെൺകുട്ടികൾ ജനിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഭാര്യയ്ക്കായിരിക്കും അതിന്റെ പ്രശ്നമായിട്ട് കുടുംബക്കാരെല്ലാവരും പ്രശ്നം ഉണ്ടാക്കുക. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഫാദറാണ് കുട്ടി ആണാണോ പെണ്ണാണോ നിർണ്ണയിക്കുന്നത്. ഒരു 3-4 വർഷം മുമ്പൊക്കെ അങ്ങനെ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാമൂഹികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പെണ്ണുങ്ങളെ തമ്മിൽ ഈ പേരിൽ കളിയാക്കണത് സത്യം പറഞ്ഞാൽ സയന്റിഫിക് അല്ല. ആരാണ് ഇതിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നിർണ്ണയിക്കുന്നത്? ഫാദർ കൊടുക്കുന്ന ക്രോമസോം X ആണോ Y ആണോ എന്നുള്ളതിനനുസരിച്ചാണ് കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് നിർണ്ണയിക്കപ്പെടുന്നത്. ഈ കാര്യം ഒന്ന് തലയിലുണ്ടാവുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ Y ക്രോമസോമുകളായിരിക്കും ഏറ്റവും ചെറുതായിട്ടുണ്ടാകുക. Xനെ അപേക്ഷിച്ച് Y ക്രോമസോം ചെറുതായിരിക്കും. അപ്പോ അത് പഠിക്കാനൊക്കെ സിമ്പിൾ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ഗപ്പി എടുക്കുകയാണെങ്കിൽ ഇതിൽ ആണേക്കാരൻ ചെറുത്, പിന്നെ നല്ല വലിയ കാരം, അതൊക്കെ നോക്കണമെന്നില്ല. സോ ഏതായാലും ബേസിക് ആയിട്ട് നോക്കുക. Y ക്രോമസോമുകളായിരിക്കും ഏറ്റവും ചെറിയ ക്രോമസോമുകളായിട്ട് ഉണ്ടാകുക. ഈ Y ക്രോമസോമുകളിൽ തന്നെ ഒരു SRY ജീൻ ഉണ്ട്. എന്തിനാ SRY ജീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭ്രൂണം അല്ലെങ്കിൽ എംബ്രിയോയിൽ തന്നെ ടെസ്റ്റിസ് വളരാൻ വേണ്ടിയിട്ട്. ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് പ്രതീക്ഷിക്കണോ? പുരുഷന്മാരുടെ പെനിസിന്റെ താഴെയുള്ള ടെസ്റ്റിക്കുലർ സാക്ക് അല്ലെങ്കിൽ വൃഷണ സഞ്ചിയിലുള്ള 2 ടെസ്റ്റിസുകളാണ് ഓരോ പുരുഷനും ഉണ്ടാകുക. വൃക്ഷണങ്ങൾ. ഈ വൃക്ഷണങ്ങൾ വളർന്നാൽ മാത്രമേ അത് എന്തായിട്ട് മാറുള്ളൂ? ഒരു ആൺകുട്ടിയായിട്ട് മാറുള്ളൂ. ആ എംബ്രിയോ അല്ലെങ്കിൽ ആ ഭ്രൂണം എന്തായിട്ട് മാറുള്ളൂ? ഒരു ആൺകുട്ടിയായിട്ട് മാറുള്ളൂ. സോ മനസ്സിലാക്കേണ്ട കാര്യം, Y ക്രോമസോം ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാകും? SRY ജീൻ ഉണ്ടാകും. ഈ SRY ജീനാണ് പുരുഷന്മാരിലെ എന്തിന് സഹായിക്കുന്നത്? ടെസ്റ്റിക്കുലർ സാക്കിലുള്ള 2 ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃഷണങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. അതുണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു കുട്ടി ആൺകുട്ടിയായിട്ട് മാറുള്ളൂ. സോ Y ക്രോമസോമിന്റെ പ്രസൻസിൽ എന്തുകൊണ്ടാണ് ആൺകുട്ടിയായിട്ട് മാറുന്നത് എന്നുള്ളതിന്റെ ഐഡിയ ആണത്. പിന്നെ അതേപോലെ തന്നെ ജീൻ എന്തിനാണ്? ജീൻ ഇപ്പോ ഇതാ ഒരു DNA ഇങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ടാകുക. അതിൽ ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കും, ഓരോരോ പാർട്ടായിട്ടായിരിക്കും എന്തുണ്ടാകുക? ജീനാൽ ഉണ്ടാകുക. ഒരു സ്പെസിഫിക് പാർട്ടായിരിക്കും എന്ത്? ജീന്. DNA ന്യൂക്ലിയോടൈഡുകളുടെ ഒരു സ്പെസിഫിക് സീക്വൻസ്, അഥവാ ഇതിങ്ങനെ ഹെലിക്സ് ആയിട്ട് പോവാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ടായിരിക്കും ഒരു ജീന്. കുറച്ച് ന്യൂക്ലിയോടൈഡുകൾ കൂടിയിട്ടുള്ളതായിരിക്കും ഒരു ജീന്. അതേപോലെ തന്നെ ഈ പ്രോട്ടീന്, ഇതിനൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മെറ്റാബോളിക് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യണതൊക്കെ ജീനാണ്. ഓക്കെ ആണല്ലോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RNA പറ്റിയിട്ടാണ്. RNA പഠിക്കേണ്ട കാര്യം, RNA DNA പോലെയല്ല. മോസ്റ്റ് ഓഫ് ദ RNAs, എല്ലാ RNA എന്ന് പറയണില്ല, മോസ്റ്റ് ഓഫ് ദ RNAസും സിംഗിൾ സ്ട്രാൻഡഡ് ആയിരിക്കും, സിംഗിൾ ആയിരിക്കും. DNA ഡബിൾ ആയിരിക്കും. ഇവിടെ സിംഗിൾ സ്ട്രാൻഡേ ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും നൈട്രജൻ ബേസ് ഉണ്ട്, ഇവിടെയും നൈട്രജൻ ബേസ് ഉണ്ട്. നൈട്രജൻ ബേസുകൾ നേരത്തെ പറഞ്ഞത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആയിരുന്നു. ഇവിടെ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ 4 ഉണ്ടാകുക. തൈമിന്റെ പകരം ആരാ വരിക? യുറാസിലാണ് RNAയിൽ വരിക എന്നുള്ള തലയിലുണ്ടാകുക. പിന്നെ അതേപോലെ തന്നെ ഇതിലുള്ള ന്യൂക്ലിയോടൈഡുകളിലും എന്തൊക്കെ ഉണ്ടാകുക? ന്യൂക്ലിയോടൈഡ് പറഞ്ഞാൽ അറിയില്ല, ഇതിന്റെ ബേസിക് സ്ട്രക്ചേഴ്സ് ആണ് ന്യൂക്ലിയോടൈഡുകൾ. ഇതിൽ 3 സാധനങ്ങളാണുള്ളത്. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാകും, ഒരു റൈബോസ് ഷുഗർ ഉണ്ടാകും, ഒരു നൈട്രജൻ ബേസ് ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ ആണ് അതിലുണ്ടാകുക. മോസ്റ്റ് ഓഫ് ദ RNAസും സിംഗിൾ സ്ട്രാൻഡഡ് ആണെന്നുള്ളത് ഉണ്ടാകുക. അതേപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സമയത്ത് 2 സ്റ്റെപ്പുകളാണുള്ളത്, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഠിച്ചോ, ഒരു DNA ആണത് അല്ലെ, ഇതൊരു DNA ആണ്. ഈ DNAയിലുള്ള ഒരു സ്പെസിഫിക് ഭാഗം എടുക്കുക, ഒരു സ്പെസിഫിക് റീജിയൻ എടുക്കുക. ഇതൊരു ജീനാണ് എഴുതിക്കുക. ഒരു സ്പെസിഫിക് ജീൻ എടുത്തു. ഈ ജീനിൽ നിന്ന് എന്തുണ്ടാകും? നോക്കിക്കോ, ഇതിന്റെ സ്റ്റെപ്പുകൾ ഇതാണ്. നോക്കിക്കോട്ടോ,
അഥവാ DNA-യിലുള്ള ഒരു സ്പെസിഫിക് ജീൻ സീക്വൻസ് എടുക്കുക. ഇതിൽ നിന്ന് mRNA ഉണ്ടാവും. വ്യത്യസ്ത എൻസൈമുകളുടെ സഹായത്തോടെ mRNA ഉണ്ടാവും. mRNA എന്തിനാണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ mRNA ഫുള്ള് മെസ്സഞ്ചർ RNA ആണ്. ഈ mRNA ഉണ്ടാവുന്നത് റൈബോസോമാണ് നമ്മുടെ പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നതെന്ന് അറിയാമെന്ന് പ്രതീക്ഷിക്കണു. ഈ റൈബോസോമിനോട് പറയാണ് mRNA എന്ത് പ്രോട്ടീൻ ഉണ്ടാക്കുകയെന്ന്. അതിനുള്ള മെസ്സേജ് പോണതാണ് എന്ത് mRNA. അതിനുള്ള മെസ്സേജ് കൊണ്ടുപോകുന്ന RNA ആണ് ഇത് mRNA. അപ്പൊ mRNA എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ DNA-യിലുള്ള ഒരു സ്പെസിഫിക് ജീൻ സീക്വൻസിൽ നിന്നുണ്ടാകുന്ന mRNA എന്തിനാണ് സഹായിക്കുന്നത്? റൈബോസോമിലെ പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഈ ഒരു പ്രോസസ്സ് ധൈര്യമാണ്. ഞാൻ അതിന്റെ അടിയിൽ നോട്ട് കൊടുത്തിട്ടുണ്ട്, വൃത്തിക്ക് വായിച്ചു നോക്കുക. ഇനി ഈ റൈബോസോമിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, റൈബോസോമിൽ മെസ്സേജ് കിട്ടുന്നതോടെ ഇവിടെ tRNA ഉണ്ട്, ട്രാൻസ്ഫർ RNA. ഈ tRNA എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെയുള്ള പ്രോട്ടീൻ എന്തുകൾ കൂടിച്ചേർന്നുകൊണ്ടാണ് ഒരു മുത്തുമാല പോലെ പ്രോട്ടീൻ ഉണ്ടാണ്. ഈ മുത്തുമാലിത്തെ മുത്തുകളാണെന്ത് അമിനോ ആസിഡ്. ഇങ്ങനെയുള്ള കുറെ അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പൊ പല ഭാഗത്തുള്ള അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കും. റൈബോസോമിലേക്ക് എന്താട്ടും ഇതൊക്കെ ഈ tRNA എന്താട്ടും ഇതാണ് tRNA ഷേപ്പ്. ഇതിലിതാ അമിനോ ആസിഡിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരും, എല്ലാത്തിനെയും റൈബോസോമിക്ക് എത്തിച്ചു. ഇതാണ് tRNA പരിപാടി. tRNA എത്തിച്ചു കഴിഞ്ഞാൽ റൈബോസോമിൽ തന്നെ ഒരു RNA ഉണ്ട്, RRNA ആണ് റൈബോസോമൽ RNA. ഈ റൈബോസോമൽ RNA ആണ് ഈ മുത്തുമണികളൊക്കെ കൂട്ടിച്ചേർത്തൊരു മാല പോലെ കോർത്ത് എന്തുണ്ടാക്കണത് പ്രോട്ടീൻ ഉണ്ടാക്കണത്. എന്തൊക്കെ പറഞ്ഞു? ഇതാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA-യിലുള്ള ജീനിന്റെ ഒരു സ്പെസിഫിക് സീക്വൻസിൽ നിന്നുണ്ടാകുന്ന mRNA അതിന് പ്രോട്ടീൻ ഉണ്ടാക്കണം എന്നുള്ളൊരു മെസ്സേജ് എങ്ങോട്ട് കൊടുക്കുകയാണ്? റൈബോസോമിന് കൊടുക്കുകയാണ്. റൈബോസോം അത് കിട്ടിയപ്പോൾ തന്നെ tRNA എന്തായിട്ടാണ് tRNA നേരെ എല്ലായിടത്തുള്ള അമിനോ ആസിഡുകളെ കൊടുത്തുകൊണ്ട് റൈബോസോമിക്ക് എത്തിക്കും. റൈബോസോമിക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എത്തിച്ചിങ്ങനെ സമ്മേളനം കൂട്ടിച്ചിട്ട് കാര്യമില്ല. ഇതിനൊരു മുത്തുമാല പോലെ പ്രോട്ടീൻ ആക്കി മാറ്റണം. അതിനാണ് റൈബോസോമിൽ റൈബോസോമൽ RNA ആണ് ഒരു RNA ഉള്ളത്. ഇതെന്തായിട്ട് മുത്ത് കോർത്ത് വെക്കണ പോലെ പ്രോട്ടീൻ ഉണ്ടാക്കും. ഇതാണ് പ്രോട്ടീൻ സിന്തസിസ്. ഇത് വൃത്തിക്ക് വായിച്ചു നോക്കുക. ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞു. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു പോവാട്ടോ. സോ ഇത്രയും. പിന്നെ അതേപോലെ തന്നെ അറിയില്ലേ മെസ്സഞ്ചർ RNA എന്തിനാണ്? DNA-യിൽ നിന്ന് പ്രോട്ടീൻ സിന്തസിസിനുള്ള മെസ്സേജ് അഥവാ മെസ്സഞ്ചർ ആണ് മെസ്സഞ്ചർ RNA. DNA-യിൽ നിന്ന് പ്രോട്ടീൻ സിന്തസിസിനുള്ള മെസ്സേജ് ക്യാരി ചെയ്യുന്ന RNA ആണ് mRNA. ഇനി tRNA എന്താണ്? വ്യത്യസ്ത സ്ഥലത്ത് നിന്ന് അമിനോ ആസിഡുകളെ എങ്ങോട്ട് എത്തിക്കും? റൈബോസോമിക്ക് എത്തിക്കും mRNA-ന്റെ മെസ്സേജ് പ്രകാരം. ഇനി റൈബോസോമൽ RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ആസിഡുകളെ ബോണ്ടാക്കും, കൂട്ടിച്ചേർത്തിട്ട് എന്തുണ്ടാക്കും? പ്രോട്ടീൻ ഉണ്ടാക്കും. പ്രോട്ടീൻ ഉണ്ടാക്കാൻ റൈബോസോമിനെ ഹെൽപ്പ് ചെയ്യും. അതിനാണ് എന്ത് വിളിക്കുന്നത്? റൈബോസോമൽ RNA. ബാക്കി പിന്നെ അതേപോലെ തന്നെ ഹെറിഡിറ്റി. എന്താ ഹെറിഡിറ്റി? ഇപ്പൊ പാരന്റ്സിൽ നിന്ന് പാരമ്പര്യമായിട്ട് കിട്ടുന്ന കുറെ ഇതുണ്ടാവും. ഇപ്പോൾ ഇഞ്ച വാപ്പാന്റെ മൂക്ക് വലുതാണെങ്കിൽ ചിലപ്പോ വാപ്പാന്റെ അതേ ജീൻ ഇഞ്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവും ഇഞ്ച മൂക്കും വലുതാവും. അവിടെ എന്തുണ്ടായി? പാരമ്പര്യമാണ് എന്നുള്ളത്. ഇപ്പൊ ചില ആൾക്കാർക്ക് പാരമ്പര്യ കാരണം കഷണ്ടി ഒക്കെ ഉണ്ടാവും. ഇപ്പൊ വാപ്പ കഷണ്ടി ഉണ്ടെങ്കിൽ മകനും കഷണ്ടി ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ അത് പാരമ്പര്യമാണ്. അതിനെയാണ് ഹെറിഡിറ്റി എന്ന് വിളിക്കുക. പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഫീച്ചറുകൾ ഒക്കെയാണല്ലോ. ഓഫ് സ്പ്രിങ് പറഞ്ഞ ഇപ്പോൾ പാരന്റിൽ നിന്ന് ഉണ്ടാകുന്ന കുട്ടിക്കും ഇതേ ഫീച്ചർ ഉണ്ടാവും, ഹെറിഡിറ്റി. ഇനി വേരിയേഷൻ എന്ന് പറഞ്ഞാൽ പാരന്റുമായിട്ട് ഒരു രീതിയിലുള്ള ബന്ധം പല ഫീച്ചറുകളിലും കാണിക്കാതിരിക്കുക. ഇപ്പൊ വാപ്പാക്ക് കഷണ്ടി ഉണ്ട്, പക്ഷെ മകന് ആ ഒരു പ്രായമായിട്ടും കഷന്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല, കറക്റ്റ് വരുന്നുണ്ട്. അത് എന്താണ്? വേരിയേഷൻ ആണ്. അങ്ങനെ കുറെ അധികം ഫീച്ചേഴ്സിൽ ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഐഡിയ പറഞ്ഞാണ്. ഫീച്ചേഴ്സിൽ ഉണ്ടാകും. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഹെയർ ലോസ് ആണ് പ്രോബ്ലം അല്ല. ഇപ്പൊ ഇഞ്ചൊക്കെ ഹെയർ പോകുന്നുണ്ട്, അതിനെ ഞാൻ കളിയാക്കണമല്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഓരോ ഫീച്ചറുകളിലും പാരമ്പര്യം അതേപോലെ തന്നെ വേരിയേഷൻസ്, ഈ രണ്ടെണ്ണം പഠിക്കണം. വ്യത്യാസങ്ങൾ പറഞ്ഞാൽ പാരന്റിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതാണ് വ്യത്യാസങ്ങൾ. പിന്നെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ പാരന്റിന് അതേ ഫീച്ചറുകൾ കിട്ടുകയാണെങ്കിൽ അതാണ് പാരമ്പര്യം, ഹെറിഡിറ്റി. സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെനറ്റിക്സ് ഇൻ ഗാർഡൻ അഥവാ പൂന്തോട്ടത്തിലെ ജനിതക ശാസ്ത്രം എന്നുള്ളൊരു ടോപ്പിക്കാണ്. അഥവാ നമ്മൾ ഇന്ന് നമ്മൾ പഠിച്ച DNA, RNA, ഹെറിഡിറ്റി, വേരിയേഷൻ തുടങ്ങി ജനറ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി ഡീൽ ചെയ്യുന്ന സയൻസിന്റെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ബ്രാഞ്ചാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം. അപ്പൊ ഈ ജനിതക ശാസ്ത്രം ഇന്ന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അഥവാ ക്യാൻസർ ട്രീറ്റ്മെന്റ് പോലെ, ജീൻ തെറാപ്പി പോലെ, അതേപോലെ തന്നെ കുറേയധികം ട്രീറ്റ്മെന്റുകൾക്ക് യൂസ് ചെയ്യുന്ന, അതേപോലെ തന്നെ കുറേയധികം റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സയൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രാഞ്ചാണ് ജെനറ്റിക്സ്. ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിങ് ഒരു പൂന്തോട്ടത്തിൽ നിന്നാണ്. ആ പൂന്തോട്ടം ആരുടെ പൂന്തോട്ടമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഗർ ജോൺ മെന്റൽ എന്ന ഒരു പുരോഹിതന്റെ അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റിന്റെ മൊണാസ്ട്രിയുടെ അടുത്തുള്ള ഒരു പൂന്തോട്ടമായിരുന്നു. ആ പൂന്തോട്ടത്തിൽ അദ്ദേഹം നടത്തിയ പയർ ചെടികളിൽ നടത്തിയ പൈസം സറ്റൈവം, പീ പ്ലാന്റ്സ് അഥവാ
പയർ ചെടികളിൽ നടത്തിയ കുറച്ചധികം പരീക്ഷണങ്ങളാണ് മെന്റൽസ് എക്സ്പെരിമെന്റ്സ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം നടത്തിയ ആ പരീക്ഷണങ്ങളാണ് നമ്മുടെ ജനറ്റിക്സിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ ജനറ്റിക്സിന് രൂപം കൊടുക്കാൻ കാരണമായത്. സോ ഹീസ് കോൾഡ് ഫാദർ ഓഫ് ജനറ്റിക്സ്, ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ്. അദ്ദേഹത്തിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങളൊക്കെയാണ്. ഇത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, ജസ്റ്റ് പഠിച്ചു വെക്കുക, കാര്യങ്ങൾ വായിച്ചു വെക്കുക. സോ ദെൻ അതിനുശേഷം അദ്ദേഹം എടുത്തത് മെന്റൽസ് എക്സ്പെരിമെന്റ്സിൽ അദ്ദേഹം എടുത്ത സാധനം എന്താ വെച്ച് കഴിഞ്ഞാല് മെന്റല് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് നടത്തിയത്. അഥവാ ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എടുത്തു മോഡൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ പലധികം ഫീച്ചേഴ്സ് ഉണ്ടാവും. ഹൈറ്റ് ഒരു ഫീച്ചറാണ്, വിത്തിന്റെ ഷേപ്പ് ഒരു ഫീച്ചറാണ്, ഇലയുടെ ഷേപ്പ് ഒരു ഫീച്ചറാണ്, പൂവിന്റെ കളർ ഒരു ഫീച്ചറാണ്. അങ്ങനെ കുറേയധികം ഫീച്ചറുകൾ ഉണ്ടാവും ഒരു പ്ലാന്റിന്. അപ്പൊ ഈ പ്ലാന്റിലുള്ള ഒരു ഫീച്ചർ, ഇപ്പൊ ഹൈറ്റ് എടുത്തോളൂ. ഹൈറ്റ് എന്നൊരു ഫീച്ചറിന് ഒരു കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റിന് ഒരു പെയർ ആയിരിക്കും. അഥവാ ഹൈറ്റ് എന്ന ഫീച്ചർ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് ഫാക്ടർ ഉണ്ട്, ടോളും ഉണ്ട് ഡോർഫും ഉണ്ട്. ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും. സോ അദ്ദേഹം ഒരു ടോൾ പ്ലാന്റ് കൊടുത്തു, ഒരു ഡോർഫ് പ്ലാന്റ് കൊടുത്തു. ഇത് അദ്ദേഹം എന്താട്ടി ക്രോസ് ചെയ്തു. ഇതിനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഒരൊറ്റ ഫീച്ചറിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം പരീക്ഷണം നടത്തുകയാണ്. ഒരു ടോൾ പ്ലാന്റും ഒരു ഡോർഫ് പ്ലാന്റ് കൊടുത്തു. അദ്ദേഹം ക്രോസ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് F1 ജനറേഷനിൽ, ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയത് ഒരു ടോൾ പ്ലാന്റ് ആണ്. ബിക്കോസ് ഹൈറ്റിന്റെ കാര്യത്തിൽ ടോളും ഡോർഫും ഉള്ളിൽ ഡോമിനന്റ് ക്യാരക്ടർ എന്തായിരുന്നു? ടോൾ ആയിരുന്നു എന്നുള്ളത് കാണാതെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. സോ അദ്ദേഹത്തിന് കിട്ടിയത് ടോൾ പ്ലാന്റ് ആണ്. അപ്പോൾ മനസ്സിലാക്കുക, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളിൽ ഇനി ടോൾ പ്ലാന്റ് കിട്ടി. ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാട്ടോ. ഇനി ഇതിനെ തന്നെ സെൽഫ് പോളിനേഷൻ ചെയ്തപ്പോൾ ഇതുകൊണ്ട് തന്നെ ക്രോസ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയത് 1064 ചെടികൾ കിട്ടിയില്ല. 787 ടോളായിരുന്നു, ബാക്കി 277 ഡോർഫായിരുന്നു. അപ്പൊ വെറും ടോൾ ചെടിയിൽ നിന്ന് അദ്ദേഹം ഡോർഫ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ഓൾറെഡി ക്രോസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഡോർഫ് ഇതിലുണ്ട്, ഹിഡൻ ആയിരുന്നു, ഹൈഡായിട്ട് കിടക്കായിരുന്നു. അത് സെക്കൻഡ് ജനറേഷനിൽ പുറത്തേക്ക് വന്നു. സോ അതൊരു 3:1 ആണ് അപ്രോക്സിമേറ്റ് റേഷ്യോ. അതൊക്കെ അവിടെ കട്ടെ. സോ ഞാൻ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ ഇതിൽ പറഞ്ഞുതരാം. അപ്പൊ അദ്ദേഹം എടുത്തത് ഒരു ടോൾ പ്ലാന്റിന്റെ ഗമേറ്റ്സ് ആണ് ടി, ക്യാപിറ്റൽ ലെറ്റർ ടിയും ക്യാപിറ്റൽ ലെറ്റർ ടിയും, വല്യുട്ടി. സോ ദെൻ ഇനി ചെറിയ പ്ലാന്റ് ഡോർഫ് എടുത്തു, ചെറിയ പ്ലാന്റ് ഇതിന്റെ ഗമേറ്റ്സ് 2 കുഞ്ഞട്ടി. ഓക്കെ ആണല്ലോ, സ്മോൾ ടി. സോ ഇവിടുത്തെ ഗമേറ്റ് ക്യാപിറ്റൽ ലെറ്റർ ടി, ഇത് സ്മോൾ ടി. ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ടിയും കൂടി ചേർന്ന ടി എന്ന് വരും. ഈ ടി വരുന്നതിൽ ഏതായിരിക്കും പുറത്ത് കാണുക? ഇതായിരിക്കും കാണുക. ബിക്കോസ് ടോൾ ആണ് ഇവിടുത്തെ ഡോമിനന്റ് ക്യാരക്ടർ. ഈ സ്മോൾ ലെറ്റർ ടി പറഞ്ഞാൽ ഡോർഫ് ആണ്, അത് ഇവിടെ ഹിഡൻ ആയിട്ട് കിടക്കുകയുള്ളൂ, ഉണ്ട് പക്ഷെ കാണൂല, അത് റെസസീവ് ആണ്. അദ്ദേഹം ഇതേപോലെയുള്ള 2 ചെടികളെ വെച്ച് സെൽഫ് പോളിനേഷൻ നടത്തുകയാണ്. അപ്പൊ സെൽഫ് പോളിനേഷൻ നടത്തുന്ന സമയത്ത് ഇവിടെ കണ്ടോ, വലിയ ടി, സ്മോൾ ടി, ഇതാണ് ഇവിടുത്തെ ഗമേറ്റ്സ്. ഇവിടെ വലിയ ടി, സ്മോൾ ടി, ഇങ്ങനെ 2 ഗമേറ്റ് പൊടിയാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയുള്ള വലിയ ടിയും കൂടി ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ വരും, ഇങ്ങോട്ട് വരും. ഇവിടെ വലിയ ടി, അഥവാ രണ്ടും ടോളാണ് ഗമേറ്റ്സ്. അത് ഈ പ്ലാന്റും എന്ത് പ്ലാന്റ് ആണ്? ടോൾ പ്ലാന്റ് ആണ്. ഇവിടെയുള്ള വലിയ ടിയും ഇവിടെയുള്ള സ്മോൾ ടിയും കൂടി ക്ലാഷ് ചെയ്യുന്ന സമയത്ത് ടി എന്ന് വരും. ഇതിൽ ഡോമിനന്റ് ക്യാരക്ടർ ടോൾ ആയതുകൊണ്ട് ടോളെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, ഡോർഫ് അവിടെ എന്തായിരിക്കും? ഹിഡൻ ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെ ഇതും അതേപോലെ തന്നെ ഇവിടെ അതേപോലെ തന്നെ ടോള്. അങ്ങനെ 3 ടോളായിട്ട് വരുന്ന സമയത്ത് ഇവിടെ മാത്രം ഡോർഫ് വരും. എന്തുകൊണ്ടാ? ഇവിടെയുള്ള സ്മോൾ ടിയും കൂടി കൂടിച്ചേർന്ന് സ്മോൾ ടി. ഇവിടെ ഡോമിനന്റ് ഒന്നുമില്ല, റെസസീവ് ആയിട്ടുള്ള ആൾ മാത്രമേ ഉള്ളൂ. സോ അത് കാണും. സോ ഇവിടെ ഡോർഫ് വരും. ഫസ്റ്റ് ജനറേഷനിൽ ഹിഡൻ ആയിട്ട് കിടന്ന ആ ഒരു ടി, സ്മോൾ ഡോർഫ് എന്ന ക്യാരക്ടർ സെക്കൻഡ് ജനറേഷനിലേക്ക് വരുന്ന സമയത്ത് എന്തായിട്ട് മാറും? പുറത്തേക്ക് വരും. 3:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ചെറിയൊരു പെർസെന്റേജ് ആയിട്ടേ വരുള്ളൂ. ഇനി മെന്റലിന്റെ പോസ്റ്റുലേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിച്ചു വെച്ചുകൊണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഒരു ജീനില് ഒരു ട്രൈറ്റ് കൺട്രോൾഡ് ബൈ 2 ഫാക്ടേഴ്സ്. ഇപ്പൊ ഹൈറ്റ് ആണെങ്കിൽ അവിടെ എന്തുണ്ട്? ടോളും ഉണ്ട്, ഡോർഫും ഉണ്ട്. അങ്ങനെ 2 ക്യാരക്ടർ വെച്ചാണ് ഒരു ജീനില് ട്രൈറ്റ് കൺട്രോൾ ചെയ്യണത്. അങ്ങനെ അതേപോലെ തന്നെ ഒരു ഹൈബ്രിഡൈസേഷനിൽ നോക്കിക്കോട്ടോ, F1 ജനറേഷനിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ മാത്രമേ കാണുള്ളൂ. ഇപ്പൊ ടോള്, ഡോർഫ്, ഇതിൽ ടോള് മാത്രമല്ലേ ഫസ്റ്റ് ജനറേഷനിൽ കാണുള്ളൂ. സെക്കൻഡ് ജനറേഷനിൽ അത് എന്ത് വരും? സെക്കൻഡ് ജനറേഷനിൽ ഇത് പുറത്തേക്ക് വരും. 3:1 എന്നാണ് റേഷ്യോയിൽ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, വായിച്ചു നോക്കട്ടോ. സോ ദെൻ ഇനി ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഹൈറ്റ് എന്ന് പറഞ്ഞ ഒറ്റ ഫീച്ചറിനെ മാത്രമാണ് നമ്മൾ എന്താട്ടിയത് നോക്കിയത്. ഇവിടെ നമ്മൾ ഒരേ സമയത്തിന് 2 ഫീച്ചറിനെ വെച്ച് നോക്കുമ്പോ നോക്കിക്കോ, ഇവിടെ മെന്റൽ ചെയ്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു പ്ലാന്റ് എടുത്തു. ഈ പ്ലാന്റിന്റെ പ്രത്യേകതകൾ ഒന്ന് മാത്രമല്ല, ഹൈറ്റ് ടോളും ആണ്, പ്ലസ് അതിന്റെ സീഡിന്റെ ഷേപ്പ് റൗണ്ടും ആണ്. അതേ അടുത്ത 2ാമത്തെ പ്ലാന്റ് ഡോർഫും ആണ്, ചെറിയ പ്ലാന്റും ആണ്. അതിന്റെ സീഡിന്റെ ഷേപ്പ് ആകെപ്പാടെ റിങ്കിൾഡ് ആണ്, ചുങ്ങി കിടക്കുകയാണ്. സോ ഇത് വെച്ചാണ് അദ്ദേഹം എന്തിടണത്? ക്രോസ് ചെയ്യണത്. ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഗമേറ്റ്സ് ഏതൊക്കെ കാര്യം?
ക്യാപിറ്റൽ ലെറ്റർ ഇയും ക്യാപിറ്റൽ ലെറ്റർ ആറും, ഇവിടെ സ്മോൾ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ആറും, ഇത് കൂടി ചേരുന്ന സമയത്ത് ടി ടി ആർ ആർ ഉണ്ടാവും അല്ലെ. ഇത് ഹൈറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. ഹൈറ്റിനെ സൂചിപ്പിക്കണമെങ്കിൽ ആരായിരിക്കും ഡോമിനന്റ്? ടോൾ അല്ലേ. സോ ഈ പ്ലാന്റ് എന്ത് പ്ലാന്റ് ആയിരിക്കും? ടോൾ പ്ലാന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇത് സീഡിന്റെ ഷേപ്പാണ്, റൗണ്ട് റിങ്കിൾഡ്. അതിലേറ്റവും ഡോമിനന്റ് ആയിട്ട് കിടക്കുന്നത് റൗണ്ട് ഏകാരം കേട്ടോ. സോ ഈ പ്ലാന്റ് എന്താണ്? ടോളും ആണ് ആൻഡ് റൗണ്ടും ആണ്. മറക്കണ്ട, ടോളും ആണ് റൗണ്ടും ആണ്. അപ്പൊ ഡോമിനന്റ് ക്യാരക്ടറുകൾ മാത്രമേ ഇവിടെ പുറത്ത് കാണിക്കുള്ളൂ. റെസസീവ് ക്യാരക്ടർ ഉള്ളിൽ ഹിഡൻ ആയിട്ട് കിടക്കും. ഇനി സെൽഫ് പോളിനേഷൻ നടക്കുകയാണ്. ഇതേപോലെയുള്ള രണ്ടെണ്ണം പരസ്പരം ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇവിടെ പറഞ്ഞു നോക്കിയതാ, ഇതിവിടെ ടി ആർ ഇതാ. ഗെമേറ്റ്സ് എന്തൊക്കെ ഉണ്ടാക്കുക? ടി ആറ്, ടി സ്മോൾ ലെറ്റർ ആറ്, ഇനി സ്മോൾ ലെറ്റർ ടി വലിയ ആറ്, സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ആറ്. ഇങ്ങനെ 4 ടൈപ്പ് ഗെമേറ്റുകളാണ് ഉണ്ടാകുക. ഇനി ഇവിടെ കണ്ടോ, ടി ആറും ഇവിടുത്തെ ടി ആറും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ടി ടി ആർ ആർ എന്ന് വരും. ടി ടി ആർ ആർ നോക്കിക്കോ, ടി ടി ആർ ആർ. ടി ടി ആർ ആർ എന്ന് പറയുന്ന സമയത്ത് രണ്ടും ടോളിൻ്റെതായതുകൊണ്ട് ഇത് ടോള് വരും, രണ്ട് റൗണ്ടിൻ്റെതായതുകൊണ്ട് ഇത് റൗണ്ട് വരും. ഇത്രേ ഉള്ളൂ. ഇനി ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ആറും ആണ് ഇവിടെ കണ്ടോ. അതേപോലെ തന്നെ ഇവിടെ ഇത് തന്നെ സാധാരണ. ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഏതാണ്? ടി 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 ആർ ആർ, സ്മോൾ ലെറ്റർ ആർ ആണ്. ഇപ്പൊ ഇവിടെ ഹൈറ്റിനെ സൂചിപ്പിക്കണമെങ്കിൽ രണ്ടും ടോൾ ആയതുകൊണ്ട് ഇതും എന്ത് തന്നെയാണ്? ടോള്. ഇനി ഇവിടെ നോക്കി, ഇത് ക്യാപിറ്റൽ ലെറ്റർ ആറ്, സ്മോൾ ലെറ്റർ ആറ്. ഇതില് ക്യാപിറ്റൽ ലെറ്റർ ആറ് റൗണ്ടും സ്മോൾ ലെറ്റർ ആറ് റിങ്കിൾഡും. റൗണ്ട് ആണ് ഡോമിനന്റ്. സോ ഇവിടെ റൗണ്ട് സീഡ് ആയിരിക്കും, റൗണ്ട് സീഡ് ആയിരിക്കും, റൗണ്ട് സീഡ് ആയിരിക്കും. ഇതേപോലെ തന്നെ ഓരോന്നും ചെയ്യാം. ഓരോന്നും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കിട്ടും. ഇവിടെ എന്താ കിട്ടുക? ടി ടി ആർ ആർ. അപ്പൊ ഇവിടെ കിട്ടുക ടോള് റൗണ്ട്. ഇവിടെ കിട്ടുക ഇതൊക്കെ അങ്ങനെ തന്നെ കാരണം ടോള് റൗണ്ട്, ടോള് റൗണ്ട്. ദെൻ വ്യത്യാസമായിട്ട് കിട്ടണ ഇപ്പോ ഇവിടെ നോക്കിക്കോ, ഇവിടെ എന്താ വരിക? ടി ടി ആർ ആർ അല്ലെ. ഇതും തമ്മിലല്ലേ ക്രോസ് എടുക്കണം. ഇപ്പൊ ഇവിടെ ഹൈറ്റ് ഡോർഫ് ചെറുതേകാരം, സീഡ് റൗണ്ട് ഏകാരം, വലിയ ടിച്ചർ ആറുണ്ടായതുകൊണ്ട് ഡോമിനന്റ് പുറത്ത് കാണുള്ളൂ. അങ്ങനെ ഈ ഒരു ടേബിള് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റേഷ്യോയിലേക്കാരം കിട്ടുക. 9 പ്ലാന്റുകൾ കിട്ടുക. ടോൾ ആൻഡ് റൗണ്ട്, ടോളും റൗണ്ട് സീഡാണ്, പക്ക പെർഫെക്റ്റ്. 3 കിട്ടുക ടോൾ ആൻഡ് റിങ്കിൾഡ്. ടോളാണ് പക്ഷെ സീഡ് റിങ്കിൾഡ് ഏകാരം. ഇനി 3 പ്ലാന്റ് കിട്ടുക ഡോർഫ് ആൻഡ് റൗണ്ട്, ചെറിയ പ്ലാന്റ് ഏകാരം പക്ഷെ സീഡ് റൗണ്ടഡ് ഏകാരം. ഇനി ഇതില് പറ്റ റെസസീവ് ക്യാരക്ടറിലായിട്ട് ഡോർഫ് ഏകാരം, ചെറുതും ഏകാരം, റിങ്കിൾഡ് സീഡ് ഏകാരം. റിങ്കിൾഡ് പറഞ്ഞാൽ ചുരുങ്ങി പക്ഷെ അത് തലയിലുണ്ടാകാം. ഇനി നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണ്, അത് നമുക്ക് സ്വാധീനിച്ച് എടുക്കും. സോ താങ്ക് യു. ഹലോ എവ്രിവൺ. അപ്പോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണ്. അതായത് ഇപ്പൊ മെന്റലിനനുസരിച്ചിട്ട് ഇപ്പൊ ഒരു റെഡ് ഫ്ലവറും ഒരു വൈറ്റ് ഫ്ലവറും കൂടി കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നില്ലെങ്കിൽ റെഡ് ഫ്ലവർ എന്ത് ചെയ്യും? ഫോം ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ഫ്ലവർ ആയിരിക്കും പ്രകടമാവുക. പക്ഷെ ചില കേസിൽ നമുക്ക് പിങ്ക് ഫ്ലവേഴ്സ് കിട്ടും. അതിന് കാരണമാണ് എന്ത്? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണ് അതിന് കാരണം. അതായത് ഈ ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന അലീലുകൾക്ക് ഈ റെസസീവ് അലീലുകളെ ശരിക്കും മറയ്ക്കാൻ പറ്റാത്ത ആ ഒരു സാഹചര്യം അല്ലേ, അതിനെയാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയാം. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോ ഡൊമിനൻസ് ആണ്. അതായത് റെസസീവ് ആയിട്ടുള്ള അലീലുകളും ഡൊമിനന്റ് ആയിട്ടുള്ള അലീലുകൾക്കും ഒരേപോലെ പ്രകടമാകുന്നത്, അതിനെയാണ് കോ ഡൊമിനൻസ് എന്ന് പറയാ. അത് ഇപ്പോ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ പുള്ളിപ്പശു, മിൽമേന്റെ ആ ഒരു പരസ്യത്തിലൊക്കെ നമ്മൾ പുള്ളിപ്പശുവിനെ കാണുമല്ലോ, വൈറ്റും ബ്ലാക്കും, അങ്ങനത്തെ പശുക്കള്. പിന്നെ ചില പൂച്ചകളിൽ കാണും, പിന്നെ നമ്മളെ ഹോഴ്സസിലൊക്കെ കാണുന്ന അതാണ് അതിന്റെയൊക്കെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ അലീൽസ് ആണ്. അതായത് നമ്മളെ മനുഷ്യന്റെ ബ്ലഡ് ഗ്രൂപ്പില് 2 അതിൽ കൂടുതൽ അലീലുകൾ എന്ത് ചെയ്യും? നമ്മളെ ബ്ലഡ് ഗ്രൂപ്പിനെ നിർണ്ണയിക്കുന്നുണ്ട്. അതില് 2 കൂടുതൽ അലീലുകളാണ് നമ്മളെ ബ്ലഡിനെ നിർണ്ണയിക്കുക, ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് വേണ്ടതെന്ന് നിർണ്ണയിക്കുക. ഇവിടെ എന്താണ്? IA, IB, I എന്നീ 3 അലീലുകൾ രക്തഗ്രൂപ്പ് ഏതാണെന്ന് നിർണ്ണയിക്കുന്ന അതുകൊണ്ടാണ് അവിടെ മൾട്ടിപ്പിൾ അലീൽ
അലീലിസം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം നടക്കുന്നത്. അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആണ്. ഇപ്പൊ നമ്മൾ ഹൈറ്റിന്റെ കേസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒറ്റ ജീനെ നമ്മൾ പ്രവർത്തിക്കണുള്ളൂ. ജീനെ നമ്മളെ എന്താണ് ഹൈറ്റ് നല്ല ടോൾ ആണോ ഡോർഫ് ആണോ എന്ന് നിർണ്ണയിക്കാൻ ഹെൽപ്പ് ചെയ്യണുള്ളൂ. പക്ഷേ ഈ സ്കിൻ ടോണിന്റെ കേസിൽ വരുന്ന ടൈമിൽ ഒന്നിൽ കൂടുതൽ ജീനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സ്കിൻ ടോൺ ഏത് സ്കിൻ ടോൺ ആണ് എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ മെലാനിന്റെ വേരിയേഷനും അതിനൊക്കെ കാരണം നമുക്ക് ഓരോ വ്യക്തികൾക്കും ഡിഫറെന്റ് സ്കിൻ ടോണ് പ്രകടമാകും. ഓക്കെ, അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത് എന്താണ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവറിൽ മിയോസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിയോസിസ് ഈസ് എ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ദാറ്റ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. അപ്പോൾ ഇതിന്റെ മിയോസിസിന്റെ ഫസ്റ്റ് ഫേസിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ക്രോസിംഗ് ഓവർ അപ്പോഴാണ് നടക്കുക. ഈ ക്രോസിംഗ് ഓവർ ആണ് എന്തിന് നമ്മളെ വേരിയേഷൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത നമ്മളെ വേരിയേഷൻസിനൊക്കെ കാരണമാവുന്നത് ഈ ക്രോസിംഗ് ഓവർ ആണ്. അപ്പൊ അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസിംഗ് ഓവർ ക്രോമസോംസ് ആണ്. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്രോമസോംസ് ക്രോസ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ക്രോസ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഇല്ല, അതിനെ പറയുന്ന പേരാണ് ചിയാസ്മ. ഈ ചിയാസ്മ അപ്പോ ഈ ക്രോസ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യും, നമ്മളെ അലീൽസ് രണ്ടെണ്ണം എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാല് നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക് ആയിട്ടുള്ള മ്യൂട്ടേഷൻ ആണ്. എന്താ മ്യൂട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കെമിക്കൽസ് കാരണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റേഡിയേഷൻസ് കാരണമൊക്കെ നമ്മളെ DNA ഉണ്ടാവുന്ന പെട്ടെന്ന് ഉണ്ടാവുന്ന ചേഞ്ചസ്, സഡൻ ചേഞ്ചസ് എന്ന് പറയുന്ന പേരാണ് മ്യൂട്ടേഷൻ. ഇത് നമ്മള് പുതിയ തലമുറകളോളം എന്ത് ചെയ്യും, ഇത് കൈമാറ്റപ്പെടുകയും ചെയ്യും. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ അനുഭവം ഇട്ടുന്ന ടൈമില് അവിടെ ആ ഒരു റേഡിയേഷൻ കാരണം പല ജീവജാലങ്ങൾക്കും എന്ത് പറ്റിയിട്ടുണ്ട്, മനുഷ്യനായാലും പല ജീവികൾക്കും റേഡിയേഷൻ മൂലം മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴും ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും എന്തുണ്ട്, അതിന്റെ ബാക്കി പത്രം ജപ്പാനിൽ ഇപ്പോഴും കണ്ടുവരുന്നുണ്ട് എന്നാണ് പറയണത്. അപ്പോ ഇതൊക്കെയാണ് മ്യൂട്ടേഷൻ. ഇതൊക്കെ മ്യൂട്ടേഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ അത്രയ്ക്കുള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.